ഡിഗ്രി പ്രിലിംസ് ഹോൾ ടിക്കറ്റ് വന്നോ? അതായത് ഫസ്റ്റ് സ്റ്റേജ് മെയ് 2-ാം തീയതി ആണോ നിങ്ങളുടെ ഡിഗ്രി പ്രിലിംസ് ഡേറ്റ് വരുന്നത്? എന്നാൽ നന്നായി, നല്ല കാര്യം. നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പ്രിലിംസ് ഞാൻ ഇനി പറയുന്ന രീതിയിലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. കഠിനാധ്വാനം ചെയ്താൽ മതി. പ്രിലിംസ് ആദ്യത്തെ ഘട്ടം തന്നെ എഴുതി അങ്ങ് ഒതുക്കി കഴിഞ്ഞാൽ മെയിൻസ് പഠിക്കാൻ നിങ്ങൾക്ക് അത്രയും സമയം എക്സ്ട്രാ കിട്ടുകയാണ്. രണ്ടാമത്തെ ഘട്ടം അല്ലെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിലൊക്കെ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് അതൊക്കെ എഴുതി തീർത്തതിന് ശേഷമായിരിക്കും മെയിൻസ് പഠിക്കാൻ ഒരു മൂഡ് തന്നെ വരുന്നത്. പക്ഷെ നിങ്ങൾക്കോ അവരെക്കാൾ തേർഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മാസമൊക്കെ എക്സ്ട്രാ മെയിൻസ് എക്സാം പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടും. അതൊരു മഹാഭാഗ്യമാണ്. അതാണ് ഏതൊരു ചലഞ്ചിന് പുറകിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ വിചാരിക്കുന്നുണ്ട്, അയ്യോ പഠിക്കാൻ സമയമില്ലല്ലോ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, എനിക്ക് ഒന്നാം ഘട്ടം കിട്ടിയല്ലോ, അയ്യോ എന്നൊരു ചിന്തയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ ആ മെന്റാലിറ്റി ഫസ്റ്റ് ഒന്ന് മാറ്റുക. ഇത് ഒരു ക്രൈസിസ് അല്ല, ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് മെയിൻസിന് എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി ആണ്. പഠിക്കേണ്ട പോലെ പഠിച്ചാൽ പ്രിലിംസ് പാസ്സാവും, പിന്നെ മെയിൻസ് പഠിക്കാൻ അത്ര എക്സ്ട്രാ ടൈം നമുക്ക് കിട്ടും. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കാൻ പറ്റും. ബിക്കോസ് പ്രിലിംസ് ഈസ് എ ഗെയിം ഓഫ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രിലിംസ് പാസ്സാവാൻ പറ്റും. ചില ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി. കാര്യം ഞാൻ ഇനി പറയാം, ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആണെന്ന് കാണുക. ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ടും 3 ഡോക്യുമെന്റ്സ് തന്നുവിടും, 3 PDF. അതായത് ഹോട്ട് ടോപ്പിക്സിന്റെ PDF, സ്റ്റഡി പ്ലാനിന്റെ PDF, പിന്നെ 100 ചോദ്യങ്ങളും ഉത്തരങ്ങളും. അങ്ങനെ 3 PDF ഉണ്ട്. ഈ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. അപ്പൊ കമന്റ് സെക്ഷനിൽ നിന്ന് ആ ഒരു വൺ സെക്കൻഡ് ഒന്ന് നോക്കിയോട്ടെ. പച്ചമഷി യെസ്. അപ്പോ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവുക, PDF ഡൗൺലോഡ് ചെയ്ത് ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ പഠിക്കുക. അതിനോടൊപ്പം ഡെയിലി രാവിലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസ് എന്ന് പറയുന്ന ഘട്ടത്തിന്റെ വിജയത്തിലേക്ക് അത്രമാത്രം അടുക്കും. ഈ പ്ലേലിസ്റ്റ് ഒന്ന് കണ്ടോണേ. ഡിഗ്രി പ്രിലിംസ് 2026 വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് ആണ്. ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇത് ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറവാണ്. സ്മാർട്ട് സ്റ്റഡി മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഇനി വഴി. സ്ട്രാറ്റജിക്കലായിട്ട് പഠിക്കണം. സിലബസ് കംപ്ലീറ്റ്ലി അരച്ച് കലക്കി പഠിച്ച് മുക്കും മൂലം നോക്കിയിട്ട് പോകാനുള്ള സമയം നിങ്ങൾക്കില്ല. പക്ഷേ പ്രിലിംസ് വിജയിക്കാൻ സ്മാർട്ട് വർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവന്റെ കൂടെ ആഴത്തിലുള്ള പഠനം. ഞാൻ അതിലേക്ക് വരാം. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് വന്നൊരു ചോദ്യം ഇത്. ഞാൻ ഇനി പറയാൻ പോകുന്ന ടെക്നിക്സ്, അതായത് കറക്കിക്കുത്തൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ടെക്നിക്സ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ മാർക്ക് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ച ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, 4 സ്റ്റേറ്റ്മെന്റാണ്. നമുക്കിത് ടെക്നിക്സ് യൂസ് ചെയ്ത് സ്മാർട്ട് വർക്ക് യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കിയാലോ? അങ്ങനെ ടെൻഷൻ ഇല്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ ചോദ്യം നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ചോദ്യം എന്താണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റിയുള്ള ചോദ്യമാണ് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അത് ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് 1, 1920. അയ്യോ ടെൻഷൻ അടിച്ച് ഡേറ്റ് എല്ലാം മറന്നുപോയി. അത് കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? അൺടച്ചബിലിറ്റി മാറ്റണം എന്നൊക്കെ ഉള്ളതായിരുന്നു അതിന്റെ ആഗ്രഹം. ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റോ? എന്ത് മാർഗത്തിൽ കൂടെ സെൽഫ് ഗവൺമെന്റ് സ്വരാജ്യം നേടിയെടുക്കണം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം എന്നാണ് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം മഹാത്മാഗാന്ധി തുടങ്ങി വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഗൈസ്, ഞാൻ ഡൗട്ട് ചോദിച്ചു, ഗാന്ധിജി നോൺ വയലൻസിന്റെ ആളാണ്. അപ്പൊ അദ്ദേഹം തുടങ്ങുന്ന ഒരു കാര്യം, എന്ത് മാർഗത്തിൽ കൂടെ രക്തം ചൊരിച്ചാൽ പോലും എനി മീൻസ്, ഏത് മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന് ഗാന്ധിജി പ്രഖ്യാപിക്കുമോ? അദ്ദേഹം നോൺ വയലൻസിൽ കൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടിയെടുക്കാമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയല്ലേ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഒരു കല്ലേടിയല്ലേ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ചൗരി ചൗര. അപ്പൊ കൺഫ്യൂഷൻ, ചൗരി ചൗരയാണോ മറ്റേതെങ്കിലും പ്രശ്നമാണോ? കൺഫ്യൂഷൻ ആയിപ്പോയി. ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കോമൺ സെൻസിന് വിരുദ്ധമാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ തെറ്റാണെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് എല്ലാം തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒറ്റയടിക്ക് ഉത്തരം എയിലേക്ക് എത്താൻ പറ്റി. അപ്പൊ ഇത് ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, സ്മാർട്ടായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ മൂവ് ചെയ്യണം. സ്മാർട്ട് വർക്ക് തന്നെ ചെയ്യണം. അതിന് വേറെ ഒരു മാർഗ്ഗവും ഇല്ല. സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് നമ്മുടെ കയ്യിലിരിക്കും. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരൊറ്റ കാര്യം. MEM സബ്ജക്റ്റുകൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, റീസണിങ് 50% ചോദ്യങ്ങൾ അവിടെ നിന്നാണ്. അതിനോട് വെറും 5 മാർക്കിന്റെ IT, കമ്പ്യൂട്ടർ സയൻസ്, IT ഒക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ട് പഠിച്ച 55 മാർക്കിന്റെ ഏരിയ നമുക്ക് ഒരുവിധം സേഫ് ആക്കാൻ പറ്റും. അവിടെ നിന്ന് ഒരു 40 മാർക്കെങ്കിലും മിനിമം വാങ്ങിക്കണം. പിന്നെ GK ടോപ്പിക്സ്, മറ്റു ടോപ്പിക്സിൽ നിന്ന് നമുക്ക് എങ്ങനെ 10-30 മാർക്ക് വാങ്ങിച്ചാൽ തന്നെ 70 മാർക്കായി സ്കോർ ചെയ്യാൻ പറ്റും.
അപ്പൊ അതിനാണ് ഞാൻ ഹോട്ട് ടോപ്പിക്സിന്റെ PDF പോകാൻ പോകുന്നത്. തൽക്കാലം എന്റെ കൂടെ ഒന്ന് കട്ടൊക്കെ ചെയ്തേ, ഇതിനൊക്കെയുള്ള കുറച്ച് സമയത്തിന്റെ കൂടെ നിങ്ങൾ സ്മാർട്ടായിട്ട് ഒന്ന് അറ്റൻഷൻ പോവാത്ത രീതിയിൽ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ. അതാണ് ഞാൻ ഇനി പറയുന്നത്, ഹോട്ട് ടോപ്പിക്സ്. ഇനി ഞാൻ പറഞ്ഞ സിലബസ് അജഗജാന്തരമാണ്. ഓരോ ടോപ്പിക്സും ഭയങ്കര വ്യത്യസ്തമാണ്. പക്ഷേ എല്ലാ സിലബസും നമുക്കിനി ടച്ച് ചെയ്ത് പോകാനുള്ള സാവകാശം ഇല്ല. അതുകൊണ്ട് നമ്മൾ തെരഞ്ഞു പിടിച്ച് പഠിക്കണം. എല്ലാം പഠിക്കുന്നവരല്ല റാങ്ക് ഹോൾഡേഴ്സ്. ചോദ്യം വരും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങൾ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് തിരഞ്ഞു പിടിക്കുകയും പഠിക്കേണ്ടാത്ത മേഖലകൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് പെട്ടെന്ന് എത്തുന്നത്. കാര്യം നിങ്ങൾ ആരും പഠിക്കുന്നത് പണ്ഡിതന്മാരാവാനോ അല്ല, റാങ്ക് ഹോൾഡേഴ്സും ബ്യൂറോക്രാറ്റ്സും ആവാനാണ്. അപ്പൊ അതിന് ഹോട്ട് ടോപ്പിക്സ് വെച്ച് തന്നെ പഠിക്കാം. ഹോട്ട് ടോപ്പിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് തന്നങ്ങ് വിടാം. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ ക്രാഷ് കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം അതാ, നിങ്ങളുടെ സ്റ്റേജ് ഏതായാലും കുഴപ്പമില്ല, മെയ് 2 ആയിരിക്കും നിങ്ങളുടെ സ്റ്റേജ് എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്തിട്ടാണ് പഠിക്കാതിരിക്കാൻ. 2 or 3 ഏതായാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ക്ലാസ്സസ് എല്ലാം അപ്ലോഡ് ചെയ്തു. ഇപ്പൊ റിവിഷൻ ക്ലാസ്സുകൾ നടക്കുകയാണ്. ആ റിവിഷൻ ക്ലാസ്സുകൾ കട്ടയ്ക്ക് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ അഫോർഡബിൾ ആയിട്ട് ഫീസ് സ്ട്രക്ചറിലാണ് നമ്മൾ ക്രാഷ് കോഴ്സ് റൺ ചെയ്യുന്നത്. ടെസ്റ്റ് സീരീസ് ബാച്ച് ഒക്കെ ആണെങ്കിലും അവൈലബിൾ ആണ്. ടെസ്റ്റ് സീരീസ് പ്ലസ് റിവിഷൻ ബാച്ചിന് ഒരു 499 ആണ് ഫീസ്. ക്രാഷ് കോഴ്സ് 999 ക്രാഷ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പഴുതടച്ച് പ്രിലിംസ് തയ്യാറെടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇത് നോക്കാം. കാര്യം ഇവന്ന് ഹോട്ട് ടോപ്പിക്സ് എല്ലാം അതിൽ കവേർഡ് ആണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പുഷ് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. പ്രിലിംസിന്റെ 3rd സ്റ്റേജ് വരെ ഇതിന് വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോ സബ്ജക്റ്റിന്റെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ ജോഗ്രഫി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിന്റെ ഒക്കെ ഹോട്ട് ടോപ്പിക്സ് ഞാൻ തന്നിട്ടുണ്ട്. ഇതിൽ പലതും ഓൾറെഡി നിങ്ങൾ കവർ ചെയ്തിട്ടുള്ളതാവാം. കവർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ കവർ ചെയ്യാൻ മിസ് ഔട്ട് ആയ ഏരിയാസ് വായിച്ചു വിടുക. അപ്പോൾ ഇതാണ് എന്ത് പഠിക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. ഹോട്ട് ടോപ്പിക്സ് മാന്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അതിനുള്ള സമയവും സാഹചര്യം നമുക്കുണ്ട്. ഓക്കെ, ഇനി വേണ്ടത് ചിട്ടയായിട്ടുള്ള പഠനമാണ്, സ്റ്റഡി പ്ലാൻ ആണ്. ഒരു ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ ഒരു PDF ആണ് ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി പ്ലാൻ. ഈ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി പ്ലാൻ ഇതൊരു 24 days സ്റ്റഡി പ്ലാൻ ആണ്. നമ്മൾ മുമ്പ് അത്ര സമയമില്ല. പക്ഷേ സ്റ്റേജ് 2 and 3 അതിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് കുറെ കൂടെ എഫക്റ്റീവ് ആണ്. പക്ഷെ എനിക്ക് നിങ്ങളുടെ സ്റ്റേജ് 1 വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്, ഈ സ്റ്റഡി പ്ലാൻ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വീക്ക് ആ സബ്ജക്ട് മാത്രം പഠിക്കാം. അത് ഇനിയുള്ള 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. നമ്മുടെ ടെസ്റ്റ് സീരീസിനകത്ത് ഈ സ്റ്റഡി പ്ലാനകത്തുള്ള ബഹുഭൂരിപക്ഷം ടോപ്പിക്സ് കവേർഡ് ആണ്. ടെസ്റ്റ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. ക്രാഷ് ബാച്ചിലാണ് ഹോട്ട് ടോപ്പിക്സ് കവേർഡ് ആണ്. പക്ഷെ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ വെച്ച് സെലക്റ്റീവ് ആയിട്ട് പഠിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ട, ഈ സ്റ്റഡി പ്ലാനിൽ നിന്ന് ജോഗ്രഫി പഠിച്ചാൽ മതി. അതാണ് സ്മാർട്ടായിട്ട് മൂവ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് ഡയറക്ഷൻ തരാനാണ് പറ്റുക. നിങ്ങൾ ഓരോരുത്തരും യുണീക്ക് ആണ്, ഓരോരുത്തരുടെ ശക്തിയും ദൗർബല്യം വെവ്വേറെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ചിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്യണം. അതനുസരിച്ച് പറയാം. ഇപ്പൊ നമ്മുടെ ബാച്ചിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ട. നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ആരംഭിക്കുകയാണ്. ഇത് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെന്റേഴ്സിനെ ഇത് ചോദിച്ച് വിളിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഡിഫറെന്റ് ആയിരിക്കും. അത് ബാച്ചിനകത്ത് സെപ്പറേറ്റ് റൺ ചെയ്യും. ഇത് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഈ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. Day 1, Day 2, Day 3 ഒക്കെ നമ്മൾ ഇത് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 2 and 3 ആണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്തിരിക്കണം. പ്രിലിംസ് ജയിക്കണം, ഇത് മതി. ഓക്കെ, അപ്പോ ഇതാണ് സ്റ്റഡി പ്ലാനിന്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് അവസാനം എനിക്ക് പറഞ്ഞ കാര്യം. ഇതുകൂടെ പറഞ്ഞാൽ നിർത്തും. പരമാവധി ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട 100 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ, അനുബന്ധ വിവരങ്ങളും ഞാൻ ടെലിഗ്രാമിൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ മറ്റേതെങ്കിലും ദിവസമാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് നോക്കുക. ആ ഡേറ്റിലെ ടെലിഗ്രാം ചാനൽ ചെക്ക് ചെയ്താൽ മതി. ഈ PDF അവിടെ കാണും. ഓക്കെ ആണല്ലോ. ഈ 100 ചോദ്യങ്ങൾ അതിന് അനുബന്ധ വിവരങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് പോകുക. ഹോട്ട് ടോപ്പിക്സ് കുറേയൊക്കെ പരമാവധി അതിനകത്ത് കവറുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സ്മാർട്ടായിട്ട് എലിമിനേഷൻ ടെക്നിക്സും യൂസ് ചെയ്ത് പഠിക്കാം. അതിന്റെ കൂടെ ആഴത്തിലുള്ള പഠനം നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുപോയിരിക്കണം. പ്രിലിംസ് നമുക്ക് ജയിക്കാൻ പറ്റും. പ്രിലിംസ് ജയിച്ചിട്ട് വെരി നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾ മെയിൻസിന്റെ പഠനം ആരംഭിക്കണം എന്ന് ഞാൻ പറയത്തില്ല. ഒരു ദിവസം റെസ്റ്റ് എടുക്കണം. 2-ാം തീയതിയാണ് പ്രിലിംസ് എങ്കിൽ 3-ാം തീയതി ഫുൾ ഡേ നിങ്ങൾ തലച്ചോറിന് റെസ്റ്റ് കൊടുത്തിരിക്കണം. 4-ാം തീയതി മുതൽ ഉഷാറായി നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇപ്പോ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ഗതികേട് നിങ്ങൾ ഉണ്ടാക്കരുത്. പ്രിലിംസ് പാസ്സാവില്ലയോ, കൈകാലപ്പുറത്ത് തേങ്ങയാണോ എന്നുള്ള ചിന്തയിൽ ഇരിക്കില്ല. റിസൾട്ട് വന്നിട്ട്, പ്രിലിംസിന് റിസൾട്ട് വന്നിട്ട് പഠിക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ മെയിൻസിനകത്ത് വളരെ പിന്നിലായി പോകും. അതുകൊണ്ട് പ്രിലിംസ് കഴിഞ്ഞ് ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് അടുത്ത ദിവസം മുതൽ തന്നെ മെയിൻസിന് പഠിച്ച് തുടങ്ങുന്ന രീതിയിൽ നിങ്ങൾ പ്രിലിംസ് പരീക്ഷയിൽ പെർഫോം ചെയ്തിരിക്കണം.
ആ പെർഫോമൻസിന് നിങ്ങൾക്കൊരു കൈത്താങ്, വളരെ അഫോർഡബിൾ ആയിട്ട് ഫീസിൽ ചെറിയൊരു പുഷ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് 499 രൂപ മാത്രമാണ് ഫീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ PDF നോട്ട്സ് വഴിയും റിവിഷൻ ക്ലാസ്സുകൾ വഴിയും നിങ്ങൾക്ക് ഈ ഹോട്ട് ടോപ്പിക്സ് പരമാവധി കവർ ചെയ്ത് തരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ഫുൾ കോഴ്സ് വേണമെങ്കിൽ ക്രാഷ് കോഴ്സ് പരിഗണിക്കാവുന്നതാണ്. ഇതിനെല്ലാം എനിക്ക് തോന്നുന്നു അടുത്ത പ്രിലിംസിന്റെ ഡേറ്റ് വരെ വാലിഡിറ്റി ഉണ്ട്. സോ ഇനിയുള്ള ദിവസങ്ങൾ പഴുതടച്ച് പ്രിലിംസ് പഠിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. കോൺഫിഡന്റ് ആയിട്ട് പ്രിലിംസിന് നിങ്ങൾ സെൽഫ് സ്റ്റഡി എങ്കിൽ സെൽഫ് സ്റ്റഡി, കോഴ്സിന്റെ ഭാഗമായി അങ്ങനെ എന്തിനും പ്രിലിംസ് പഠിച്ചു തുടങ്ങുക. അപ്പൊ ആ രീതിയിൽ ഇന്ന് മുതൽ സ്ട്രോങ് ആയി പ്രിലിംസ് ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. വിൻ. കാര്യം വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും ഒരു മാന്ത്രിക ശക്തിയുണ്ട്. നമ്മൾ എഴുതുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വിൻ എന്ന് കമന്റ് ചെയ്ത് പെട്ടെന്ന് പോയിട്ട് പഠിച്ചോ. പുഷ് ദ കോമ്പറ്റീഷൻ.